ശ്രീകുമാർ, ഈ അന്വേഷണം ഇങ്ങനെ നീണ്ടാൽ തന്നെ വലിയ ആത്മാർത്ഥമായ ഒരു അന്വേഷണം നടക്കുമെന്നാണ് ശ്രീ ഉല്ലാസ് ബാബു പറയുന്നത്. അങ്ങനെ നടന്നാൽ തന്നെ അതിൻ്റെ ഒരു പരിസമാപ്തി എങ്ങനെ എത്തും എന്നതാണ്. ഇപ്പം സമർപ്പിച്ച ഈ റിപ്പോർട്ടിൽ പല ആളുകളും പ്രതികളായി വന്നിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഇപ്പോൾ ഈ അരവിന്ദാക്ഷനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ പേരുകൾക്ക് മുകളിലേക്ക് വരുമോ ഈ അന്വേഷണത്തിൻ്റെ കണ്ടെത്തലുകൾ എന്ന് സംശയം ആർക്കെങ്കിലും ഉണ്ടായാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ ശ്രീകുമാർ? അല്ല, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കരുവന്നൂർ കേസ് ഇപ്പോൾ കൃത്യമായിട്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമൊക്കെ നടന്നു തുടങ്ങിയിട്ട് 2-3 വർഷമായി. 2 വർഷം ചുരുങ്ങിയത് കഴിഞ്ഞു. അപ്പൊ ഇത്രയും കാലമായിട്ടും ഇതെന്താ ഒരു അന്ത്യത്തിലേക്ക് എത്താത്തത് എന്നൊരു ചോദ്യം കരുവന്നൂരിലത്തെ ജനങ്ങളും തൃശ്ശൂരിലത്തെ സാധാരണക്കാർക്കും സംശയമുണ്ട്. അപ്പൊ ആ സംശയത്തെ ബലപ്പെടുത്തുന്നത് എങ്ങനെയാണ്? UDFന്റെ ആരോപണമാണ്. എന്താണ് UDFന്റെ ആരോപണം? കേരളത്തില് കോൺഗ്രസിനെതിരാണ് CPM-ഉം BJP-യും. അപ്പോൾ CPM-ന്റെ ഭരണത്തെ എന്തിനു ദുർബലമാക്കാൻ BJP ശ്രമിക്കണം? കാരണം CPM കേരളം ഭരിച്ചുകൊണ്ട് BJP-ക്ക് ഒരു പ്രയാസവും. കാരണം എന്താണെന്ന് വെച്ചാൽ കേന്ദ്രത്തിലേക്ക് തൽക്കാലം CPM എത്തില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPM കേരളത്തിൽ മാത്രം ശക്തിയുള്ളൊരു പാർട്ടിയാണ്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അവർക്ക് അത്തരത്തിലുള്ള ശക്തിയില്ല. പക്ഷെ കോൺഗ്രസ് അങ്ങനെയല്ല. കോൺഗ്രസ് എല്ലായിടത്തും വേരുണ്ട്. ഭരണം നഷ്ടപ്പെട്ടു എന്നുള്ള ശരിയല്ല. വോട്ട് ശതമാനത്തിൽ വളരെ അത്ര വലിയ വ്യത്യാസമൊന്നും ഇല്ല. അപ്പൊ കേരളത്തില് കോൺഗ്രസിനെ എതിർത്ത്, അതും BJP-യേക്കാൾ ശക്തമായി എതിർത്ത് നിൽക്കുന്ന ഒരു ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തേണ്ട കാര്യം BJP-ക്കുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് അന്വേഷണം ഇങ്ങനെ നടക്കും, അതിങ്ങനെ ചോദ്യം ചെയ്യും, ഇപ്പൊ പിടിക്കും എന്നൊക്കെ പറയുന്നല്ലാതെ ഒന്നും നടക്കില്ല. കാരണം ഇപ്പോഴത്തെ കേസ് ED മാത്രമല്ല അന്വേഷിക്കുന്നത്, ആദായ നികുതി വകുപ്പുണ്ട്. ഇന്നിപ്പോ കേട്ടൊരു വാർത്ത, 10 വർഷത്തെ CPM-ന്റെ ബാങ്കിങ് ഇടപാട് ഈ ആദായ നികുതി വകുപ്പ് അന്വേഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ED-യുടെ അന്വേഷണം കൂടാതെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് അന്വേഷണം വരുമ്പോഴേ ഇതിന്റെ അന്തിമ ഫലത്തിലേക്ക് എത്തുന്നില്ല. അതിനവർ ചൂണ്ടിക്കാണിക്കുന്ന നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കേസുകളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇങ്ങനെ എത്താതെ പോയതിനെ കുറിച്ചാണ്. അത് മാത്രമല്ല, ഇവിടെ നോക്കൂ, രാഹുൽ ഗാന്ധിയാണ് കേരളത്തിലെ CPM-ന്റെ മുഖ്യ ശത്രു, നരേന്ദ്രമോദി അല്ല. രാഹുൽ ഗാന്ധിക്കെതിരെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിരന്തരം വിമർശനം നടത്തുന്നത്. അപ്പൊ കോൺഗ്രസ് ഒരു ചോദ്യം ഉന്നയിച്ചു, ഈ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് കേന്ദ്രത്തിലെ BJP നേതാവായ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നില്ല? രാഷ്ട്രീയമായിട്ട് BJP നയങ്ങളെ CPM എതിർക്കുന്നു. CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ് മുഖ്യമന്ത്രി. അപ്പൊ രാഹുൽ ഗാന്ധി എതിർക്കുമ്പോൾ അതിൽ അവർ കാണുന്നത് എന്താണ്? കേരളം വിട്ടാൽ രാഹുൽ ഗാന്ധി CPM-കാരുടെ നേതാവാണ്. കേരളം വിട്ടാൽ CPM ഇന്ത്യ മുന്നണിയിൽപ്പെട്ടതാണ്. അപ്പൊ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട CPM-നെ നയിക്കുന്ന സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് കോൺഗ്രസ് പറയുന്ന ആളാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിക്കെതിരെയാണ് CPM-ന്റെ മുഖ്യമന്ത്രി എന്നും വിമർശനം നടത്തുന്നത്. എന്നും. അതിന്റെ രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ LDF UDF ആണ് ശത്രുക്കൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ UDF-നെതിരെ ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ ജയിക്കാൻ കഴിയൂ എന്നൊരു ചിന്ത കാണാം. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഇത് മനസ്സിലാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്ന തൃശ്ശൂരിലെ ജനങ്ങൾ. ഇപ്പൊ പ്രധാനമന്ത്രി ഇരിങ്ങാലക്കുട നിയോജക അസംബ്ലി മണ്ഡലത്തിൽ പ്രസംഗിക്കാൻ വരുന്നു എന്നൊരു വാർത്തയുണ്ട്. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ആണെങ്കിൽ അതൊരു രാഷ്ട്രീയ നീക്കമാണല്ലോ BJP-യുടെ. പക്ഷെ BJP-യുടെ രാഷ്ട്രീയ നീക്കമല്ല അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യം. അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യം അവരുടെ പണമാണ്. എൻ്റെ മനു, അവരുടെ നിക്ഷേപം കൊടുത്ത പണമാണ്. 105 കോടിയാണോ 200 കോടിയാണോ 300 കോടിയാണോ 400 ആണോ എത്രയാണെങ്കിലും ഞാനിട്ട 10 ലക്ഷം രൂപ എനിക്ക് കിട്ടണ്ടേ? ഇവിടെ ഓരോരുത്തർ സത്യാഗ്രഹം നടത്തിയും സമരം ചെയ്തുമൊക്കെയാണ് ചിലതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എല്ലാവർക്കും പറ്റുന്നില്ല. CPM ഭരിക്കുന്ന ഒരുപാട് ബാങ്കിൽ പ്രശ്നങ്ങളുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ CPM ഭരിക്കുന്ന ബാങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളാണ് ഈ കഴിഞ്ഞ 5-6 വർഷമായിട്ട്. ഇന്നിപ്പോ കണ്ണൂരിലത്തെ ഒരു വാർത്ത നമ്മൾ കേട്ടു, ഒരു വീട്ടമ്മ അവരിട്ട പണം തിരികെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് 18 ലക്ഷം രൂപ എന്തോ. കണ്ടല ബാങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, അതുപോലെ ഒരുപാട് ബാങ്കുകളുണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ അന്വേഷണം നടക്കുന്നു, അതിങ്ങനെ ദിവസവും വാർത്ത വരുന്നു എന്നുള്ളതല്ലാതെ ഇതിനൊരു അവസാനം ഉണ്ടാകുന്നില്ല. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? കേരളത്തിലെ CPM-നെ ദ്രോഹിക്കാൻ BJP-ക്ക് താല്പര്യമില്ല. നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ അത് ശരിയായിട്ട് മനുവിനും തോന്നുന്നില്ലേ? കാരണം എന്താണ്? കേരളത്തിൽ BJP അധികാരത്തിൽ വരില്ല.
കേന്ദ്രത്തിൽ CPM അധികാരത്തിൽ വരില്ല, കേരളത്തിൽ CPM അധികാരത്തിൽ വരും. അതുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കാൻ CPM-നെ എന്തിനാ വെറുതെ ദ്രോഹിക്കുന്നത് എന്ന് BJP-ക്കാർക്ക് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? കാരണം പ്രധാനമന്ത്രിയെ അല്ല കേരള മുഖ്യമന്ത്രി വിമർശിക്കുന്നത്, രാഹുൽ ഗാന്ധിയാണ്, അവരുടെ ഇന്ത്യ മുന്നണിയുടെ നേതാവിനെ തന്നെയാണ്. അവർ വിരോധാഭാസം നോക്കൂ, അവിടെ CPM-ന്റെ നയമില്ലായ്മയാണ്. ഇത് ഞാൻ പറയുന്നതല്ല. കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ പാർട്ടിക്ക് കൃത്യമായ നിലപാടെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞത് ആരാ മനു? മുൻ മന്ത്രി, സഹകരണ മന്ത്രിയായ CPM-ന്റെ സമുന്നത നേതാവായ ആലപ്പുഴയിലെ സുധാകരൻ. ഓർമ്മയുണ്ടല്ലോ, അതേ ഒരു കാര്യം കൂടി വ്യക്തമായി പറഞ്ഞു. ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ അത് നക്കുന്നവൻ യഥാർത്ഥ സ്റ്റേറ്റ്സ്മാൻ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ സ്റ്റേറ്റ്സ്മാൻ അല്ലെന്നാണ് ആ വാക്ക്, ഞാൻ അതേപോലെ പറയുകയാണ്. സുധാകരൻ പറഞ്ഞതാണ്. അപ്പൊ കരുവന്നൂർ ബാങ്ക് വിഷയത്തില് CPM-ന്റെ ഒരു പക്വമായ, കൃത്യമായ, വ്യക്തമായ നിലപാട് പ്രവർത്തകരോട് പറയാൻ പറ്റിയില്ല എന്നാ സുധാകരനാ പറഞ്ഞു. ഞാൻ ശ്രീ അങ്ങിലേക്ക് മടങ്ങി വരാം.